നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടമെന്നറിയുമോ? പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് തന്റെ കൂട്ടുകാരോട് ഇതാണ് എന്റെ ഉമ്മയെന്ന് പറയാ ഇന്നത്തെ യുവതലമുറകൾക്ക് നാണക്കേട് തോന്നുന്ന കാലവാ. സ്വന്തം ഉമ്മയെ ചാക്കിനകത്ത് കെട്ടിയിട്ട് രോഗം പിടിച്ച പ്രായമുള്ള ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് അല്ലാഹുവേ റോഡിന്റെ ചാരത്ത് കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ട് പോകുന്ന മക്കളുടെ കാലവാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള വാപ്പാ, റസൂലുള്ള പറയുന്നു നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ മക്കള് കാരണം കണ്ണിനീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആറാമത്തെ പ്രതിഫലമെന്ത്? ആറാമത്തെ പ്രതിഫലമെന്ത്? ഇന്ന് നിന്റെ വീട് കാണാ പാവങ്ങളെ സഹായിച്ച, യതീമീങ്ങളെ സഹായിച്ച നിന്റെ വീട് കാണാൻ റഹ്മത്തിന്റെ മലക്കിറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വീട് കാണാ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇത് ദുനിയാവിലെ പ്രതിഫലമാ, ഇത് ദുനിയാവിലെ പ്രതിഫലമാ. ഇനി മരണത്തിന്റെ പ്രതിഫലം കേൾക്കടോ, ഇനി മരിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രതിഫലം കേൾക്കടോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു വാപ്പാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഈ കൊടുക്കുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് യതീമായ മക്കളെ സഹായിച്ച, പാവങ്ങളെ സഹായിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുത്ത, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്ത, മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുത്ത, ഇതുപോലെയുള്ള നല്ല സദസ്സുകൾക്ക് കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് നെറ്റിത്തടം വിയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വിശാലമായി മുഖം പ്രകാശിക്കുന്ന രീതിയിൽ കിടക്കുന്നാനുള്ള ഭാഗ്യവാ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോകുമല്ലോ. എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻകാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഖുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവര് പറവകളെ പോലെ പറക്കുകയാ. പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പരലോകത്ത് കൂടെ പറന്ന് പറന്ന് പോവുകയാണ്. അവര് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാനെന്ന മലക്കുണ്ടല്ലോ, അവിടുന്ന് ചോദിക്കുന്നു നിങ്ങളാരാ? പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, നിങ്ങളാരാ? നിങ്ങളാരാ? നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ റിദ്വാൻ എന്ന മലക്ക് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു, നീ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? എന്റെ പ്രിയമുള്ളവരെ, പറക്കാമോഹമുണ്ടോ? പറക്കാമോഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജിഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ
യൗമൻ അബൂസൻ ഖംതരീറാ ഫബകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. പടച്ചുറപ്പേ, ഏറ്റവും ശർറായ ദിവസം നിനക്ക് വിജയമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പടച്ചവരെ പാപങ്ങളെ സഹായിച്ച എത്രയോ പാവപ്പെട്ടവരുണ്ടല്ലോ. മദ്രസ തുറക്കാൻ പോവുകയാണ്, കിതാബ് വാങ്ങാൻ, ഖുർആൻ വാങ്ങാൻ, മദ്രസയിൽ പഠിക്കുന്ന പുസ്തകം വാങ്ങാ കഴിവില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് ചെറുപ്പക്കാരാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലമോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറവയെ പോലെ പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറക്കാനുള്ള ഭാഗ്യവാ. എന്റെ പ്രിയമുള്ളവരെ, മരണവേദനയുടെ വേദന അനുഭവിച്ച പെണ്ണു അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നത്തെ ദിവസം എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല പെങ്ങള്, അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല. അല്ലാഹുവേ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടുന്ന ദിവസമാ. നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടും മക്കളെല്ലാരോട് പറയുമല്ലോ, എന്റെ ഉപ്പാന നരകത്തിൽ എറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരുമോ? എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എനിക്ക് സ്വർഗം താ. എന്റെ ഉപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാട്. 3 മരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. നീ റബ്ബിനോട് സ്വർഗം ചോദിക്കണ്ട, നീ അല്ലാഹുവിനോട് സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും എപ്പോഴും ചോദിക്കുന്നത് സ്വർഗമാ. അല്ലാഹുവോട് എപ്പം ദുആ ചെയ്താൽ അല്ലാഹ് എനിക്ക് സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ റസൂലുള്ളാഹി പറയുകയാ, സ്വർഗം ദുആ ചെയ്യുന്നു അല്ലാഹ് 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ. സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാ ദുആ ചെയ്യുന്നത്. 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാഹ്. സ്വർഗം ദുആ ചെയ്യുന്ന 4 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം മുത്തഇമുൽ ജിയാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, പാവങ്ങളെ സഹായിക്കുന്നവന് സ്വർഗം കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ പ്രതിഫലം പറഞ്ഞു നിർത്തുകയാണ്. 4ാമത്തെ പ്രതിഫലം പറയുകയാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, പാവങ്ങളെ സഹായിക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം വലകാഹു നളറതം വസുറൂറാ. അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കറക്റ്റ് 11 മണി ഇൻഷാ അല്ലാഹ്, 2 മണിക്കൂർ കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റില്ലേ ഉസ്താദേ? ബക്കറ്റുണ്ട് ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അപ്പോൾ നമ്മൾ പൈസ ഒന്നും എടുത്തില്ലേ, വിളിച്ചു ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് എടുത്തു ഇൻഷാ അല്ലാഹ്. വേറെ ഒന്നുമില്ല, ഈ മൈക്ക് സെറ്റുകാരൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണം ഇൻഷാ അല്ലാഹ്. ഞാനൊന്നും എടുത്തില്ല ഇപ്പം, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു സദക്ക, വേറെ പിരിവൊന്നുമില്ല, വേറെ പിരിവൊന്നുമില്ല. ഈ മൈക്ക് സെറ്റുകാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അതിനകത്തേക്ക് ഇട് റബ്ബേ. ഇത്രയും പ്രതിഫലം, 10 പ്രതിഫലം ഞാൻ പറഞ്ഞു, 10 പ്രതിഫലം. ബിസ്മില്ലാ, 10 പ്രതിഫലം ഞാൻ പറഞ്ഞു തന്നു. പ്രതിഫലം ബാക്കി പൈസ ഇട്ടില്ലെങ്കിൽ ആരും എഴുന്നേറ്റ് പോകരുത്. 50 കൊല്ലം ചെയ്ത പാവം പൊറുക്കണ സൂറത്തും കൂടെ ഓതിയിട്ട് പൊക്കോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു സദക്ക ചെയ്യുക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയൊക്കെ തുറക്കുക.
മദ്രസ തുറക്കണം. ഈ വരുന്ന 8-ാം തീയതി ഇൻഷാ അല്ലാഹ് മദ്രസയൊക്കെ തുറക്കുകയാണ്. മദ്രസ തുറക്കുന്ന സമയത്ത് ഇപ്പം മദ്രസയിലെങ്കിലും പഠിക്കാൻ മക്കളെ ഒന്നും കിട്ടാത്ത കാലമാണ്. കാരണം എല്ലാവർക്കും ദുനിയാവ് മതി. രാവിലെ ഞാൻ ചിന്തിക്കാറുണ്ട്, രാവിലെ 6 മണിക്ക് 7 മണിക്കാ ബസ് വരുന്നത്, സ്കൂൾ ബസ് വരുന്നത്. മദ്രസയിൽ കാണുന്നില്ല. ചോദിച്ചാൽ പറയും ട്യൂഷനുണ്ട് ഉസ്താദ്, സ്വർഗത്തിൽ പോകാനില്ല അല്ലേ. സ്കൂളിൽ പോകുന്ന മക്കളെ യാത്രയാക്കുന്ന ഉമ്മമാരെ കാണും. അച്ഛൻ ഇങ്ങനെ ഒരു 7 മണിയാകുമ്പോഴേ ഗേറ്റിന് അവിടെ കാണും. 7:30 ബസ് വരണം, 7:15 നിൽക്കുക. ഇങ്ങനെ ചോദിക്കും, പഠിച്ചവനെ മോനെ പുസ്തകം എടുത്തോടാ, പുസ്തകം എടുത്തോ ഉമ്മ ചോദിക്കാം. എന്നിട്ട് അവസാനം ടൈ എടുത്തോ മോനെ, കെട്ടിയോ മോനെ, പെൻസിൽ എടുത്തോ മോനെ, 3-4 പ്രാവശ്യം ഉമ്മ ചോദിക്കും. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് ടാറ്റയും കൊടുത്തിട്ട് ബസ്സിൽ കയറ്റി വിടും, സ്വർഗത്തിൽ പൊക്കോ. ഏതെങ്കിലും ഒരു ഉമ്മ മദ്രസയിൽ പോകുമ്പോൾ അവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ട, ടാറ്റ കാണിക്കാൻ വേണ്ട, മോനെ ഖുർആൻ എടുത്തോ എന്ന് ചോദിക്കണ ഉമ്മമാരുണ്ട്. എടാ നീ ഖുർആൻ എടുത്തോന്നെങ്കിലും ചോദിക്കാറുണ്ട്. അതുപോലെ പല്ല് തേച്ചോ മോനെ, അല്ലാഹു അഅലം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓടാ അല്ലേ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയൊക്കെ തുറക്കാം. അള്ളാനെ മറന്നിട്ട് എവിടെ എത്തിയിട്ട് എന്ത് കിട്ടാനാ? നിന്നെ പടച്ച റബ്ബിനെ മറന്നിട്ട് എവിടെ എത്ര എത്തിയിട്ട് ഒരു കാര്യമില്ല. മദ്രസ കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ മതി. ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ പഠിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മദ്രസയിലൊക്കെ വിടുക, പഠിപ്പിക്കുക. അവർക്കൊക്കെ കിതാബുകൾ വാങ്ങിക്കൊടുക്കുക. അവർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഫുൾ കോളേജ്, എന്തോ ഒരു കോളേജ് തുടങ്ങണം. അതിനൊക്കെ വേണ്ടി ഒരു ബനാത്ത് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ സംരംഭങ്ങൾ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാൻ മാസമെല്ലാം കഴിഞ്ഞു, മദ്രസയൊക്കെ തുറങ്ങാവുന്ന സമയമായി. ഈ സമയത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ കരുതണം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ വാങ്ങിച്ചു കൊടുക്കണം. സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് എത്ര രൂപ ചെലവഴിക്കാൻ ഡൊണേഷൻ ചോദിക്കുന്ന നമ്മൾ കൊടുക്കും. യൂണിഫോമിന് പ്രത്യേകം പൈസ, പുസ്തകങ്ങൾക്ക് എത്ര 10,000, 20,000, 30,000 ചെലവാക്കും. മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞിന്റെ കിതാബിന്റെ വില 12 രൂപ, 20 രൂപ, അതുപോലെ വാങ്ങിച്ചെടുക്കാൻ മടിയാ. മദ്രസയിൽ പഠിക്കുന്ന കിതാബ് ഉസ്താദ് പറയും 150 രൂപ എല്ലാത്തിനും കൂടെ. അതെന്തേ ഉസ്താദ് 150 രൂപ, അന്ത് വില കൂടിയോ? മദ്രസയിലെ കിതാബിന്റെ വില ചോദിക്കുന്ന കാലം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ, നിന്റെ മക്കൾക്ക് ദുനിയാവിന് വേണ്ടി നീ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും പ്രയോജനമില്ല. ലക്ഷങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചാലും അതിന് പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അലല്ലാ എനിക്കറിയില്ല. പക്ഷേ മദ്രസയിൽ പഠിക്കുന്ന ഒരു മോന് നീ ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ പോകുന്ന മക്കൾക്ക് 1 രൂപ കൊടുത്ത് നീ ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നരകത്തിന്റെ തീ നിനക്ക് ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകം നിന്നെ തൊടൂല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന മദ്രസയിൽ പോകുമ്പോ 2 രൂപ, 1 രൂപ, ഞാൻ 10ന്റെ ഇല്ല പറഞ്ഞത്, 1 രൂപ നീ ചെലവഴിച്ചിട്ട് ഒരു പേപ്പർ വാങ്ങിക്കൊടുത്ത നിന്നെ നരകത്തിന്റെ തീ തൊടൂല. 2, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന സർവ്വ മലക്കുകളും നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം മുഴുവനും നിനക്ക് വേണ്ടി ദുആ ചെയ്യും. മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്കൊരു പുസ്തകം വാങ്ങിക്കൊടുത്ത, അതുകൊണ്ട് തുറക്കുകയാ. അല്ലാഹുവേ 8-ാം തീയതി മദ്രസ തുറക്കും. നേരെ പോ. മദ്രസയിൽ പോയിട്ട് ഖുർആൻ വാങ്ങാൻ ഗതിയില്ലാത്ത, പുസ്തകം വാങ്ങാൻ കഴിവില്ലാത്ത എത്രയോ പാവപ്പെട്ട മക്കളുണ്ട്. വാങ്ങിച്ചിട്ട് കൊടുക്കും മനുഷ്യ, വാങ്ങിച്ചിട്ട് കൊടുക്ക്, നിനക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബിസ്മില്ലാ, എഴുന്നേക്ക്, ബിസ്മില്ലാ, പെട്ടെന്ന് എഴുന്നേക്ക്, ഇങ്ങ് അടുത്തേക്ക് വരിക, ദുആ ചെയ്യാം. പിരിവൊന്നുമില്ല, ധൈര്യമായിട്ട് വാ. സിയാദ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്, പിരിവൊന്നും വേണ്ട ഇൻഷാ അല്ലാഹ്. സ്ഥലത്തിന് വേണ്ടി ഇപ്പം അല്ല, സിയാദിന് ആഗ്രഹം സ്ഥലത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് തുടങ്ങണേ? സ്ഥലമൊക്കെ മേടിച്ചു വെച്ചിരിക്കുമല്ലേ ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെ അടുത്തും പൈസ ഒന്നും വേണ്ടപ്പോ, ഒരു ആഗ്രഹമല്ലേ, നിങ്ങളുടെ അടുത്തേക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്, പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാഹ്. സമയം ഒരുപാടായി ഇൻഷാ അല്ലാഹ്. എല്ലാവരും സുബഹിക്ക് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എത്ര ഇവിടെ മൊത്തം എത്ര പ്രവർത്തകരുണ്ട്?
70ഓളം പ്രവൃത്തി. ഈ 70ഓളം പേര് 1000 രൂപ ഇട്ടാൽ തന്നെ 70,000 രൂപ. കുലു തക്ബീർ. ഒരു വസ്തുവിനൊക്കെ എന്താ വില? 60,000 രൂപ അല്ലേ? 70 പേരും കൂടെ 1000 രൂപ ഇട്ടാൽ തന്നെ ഒരു സെന്റ് വാങ്ങാം. അൽഹംദുലില്ലാ. അതൊക്കെ അള്ളാഹു നടത്തുന്ന പടച്ച റബ്ബിനറിയാം. ഇതൊക്കെ കോളേജിന് ബനാത്തിന് വേണ്ടിയൊക്കെ അല്ലേ? അള്ളാഹിനറിയാം. അള്ളാഹ് എന്നങ്ങ് ആയിക്കോളൂ. നിങ്ങൾ ദുആ ചെയ്താൽ മതി. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. മൈക്ക് സെറ്റുകാർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ സംഘാടകർ തന്നെ കൊടുക്കാനുള്ളത് ആദ്യം കൊടുക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുആ ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് മദ്രസ തുറക്കുന്നതിൻ്റെ അന്ന് മദ്രസയിൽ പോയിട്ട് ഇപ്പം ആരും ഒന്നും കൊടുക്കണ്ട, ഞാൻ പറയണമില്ല. പക്ഷെ മദ്രസയിൽ പോയിട്ട് മക്കൾക്കൊക്കെ ഖുർആനെങ്കിലും 75 രൂപ കണ്ടേ ഉള്ളൂ ഖുർആൻ. അതേപോലെ 100 രൂപയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു ഖുർആനിൻ്റെ വില 100 രൂപ. ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് ഖുർആനും സർവ്വ കിതാബുകളും കൂടെ 100-400 രൂപ വരുമായിരിക്കും. ഉസ്താമാർ അല്ലേ? ഇത്രയൊന്നും വരത്തില്ല. ഇത്ര ഉസ്താ വരുക കിതാബ് 100-300 രൂപ വരുമായിരിക്കില്ലേ? ഇൻഷാ അത്രയൊക്കെ വരും. 300 രൂപ ഒന്നും ഇല്ല. അൽഹംദുലില്ലാ. നിങ്ങളാൽ കഴിയുന്നത് അവർക്കുണ്ട്. ഇവരുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിതാബ് വാങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഇൻഷാ അല്ലാഹ് ഇവരുമായി ബന്ധപ്പെടുക. അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മദ്രസയിൽ പഠിക്കണം മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് കൊടുക്കൂലേ? പറഞ്ഞോ മനുഷ്യന്മാരെ. ഒരു വണ്ടിക്ക് എണ്ണ അടിക്കുന്ന കാശേ ഉള്ളൂ. മൊബൈൽ റീചാർജ് ചെയ്യുന്ന കാശ്, നെറ്റ് ഉപയോഗിക്കുന്ന കാശ് ജിയോയ്ക്ക് കൊടുത്തില്ലേ? എത്രയോ അംബാനി കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു നമ്മളെ കാരണം ഇല്ലേ? അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കെങ്കിലും 100-300 രൂപയേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുക്കണമെന്ന് നിയത്തി ഇൻഷാ അല്ലാഹ്. കൊടുത്തൂടെ? നിയത്തി ചെയ്യുന്നവർ കൈപൊക്കിക്കോ. ഞാൻ എണ്ണമൊന്നുമില്ല. അടച്ചവൻ ഇവിടുത്തെ മക്കളൊക്കെ രക്ഷപ്പെട്ട് ഇവിടുത്തെ മക്കളൊക്കെ ഇൻഷാ അല്ലാഹ് പഠിച്ചു കൊടുക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മ ഖുർആൻ പഠിക്കണം, കിതാബ് പഠിക്കണം, മക്കളുടെ പ്രതിഫലം പോയി പിന്നെ തിരിച്ചു വന്നില്ല. ഖുർആൻ പഠിക്കാൻ മദ്രസയിലേക്ക് പോയ മകൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ കരയണ്ട. അവൻ മരിച്ചുപോയ അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദ്രസയിലേക്ക് പോയ പൊന്നു മരിച്ചുപോയി വന്നില്ല, എന്തെങ്കിലും പറ്റിപ്പോയി, അവൻ മരിച്ച നീ എന്തിനാ പേടിക്കണേ? ഓന് ഷഹീദിന്റെ കൂലിയാ. 2 അവനെ ഖബറിനകത്ത് 2 മലക്കുണ്ടാകും പഠിപ്പിച്ചു കൊടുക്കാൻ. അവൻ പഠിക്കാൻ പോയവനല്ലേ? ഖബറിനകത്ത് മലക്കുകൾ ഇരുന്നിട്ട് നിന്റെ മോന് പഠിപ്പിച്ചു കൊടുക്കും ഖുർആനും ഹദീസൊക്കെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 അവന്റെ ഖബറും പ്രകാശിക്കും. അവന്റെ ചുറ്റുഭാഗത്തുള്ള 40 ഖബറും പ്രകാശിക്കുമെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അവന്റെ ഖബറും പ്രകാശിക്കുന്ന 40. എന്തിന്? ഈ ഖുർആനൊക്കെ പഠിക്കണം മക്കളുണ്ടല്ലോ, മുത്തഅല്ലിമീങ്ങൾ. ഇത്രയേ ഉള്ളൂ, ഉസ്താദന്മാരല്ല. ഇത്രയേ ഉള്ള ചെറിയ ചെറിയ മക്കൾ, ജുബ്ബയും തൊപ്പിയൊക്കെ ഇട്ട് നടക്കണം മക്കള്. അവനെങ്ങാനും ചുമ്മാതൊന്ന് പള്ളിക്കാട്ടിൽ പോയാൽ മതി. അവന്റെ വാപ്പയും ഉമ്മയൊന്നും അവിടെ കിടപ്പില്ല. വെറുതെ ഒന്ന് പള്ളിക്കാട്ടിൽ പള്ളിയിൽ പോയപ്പോൾ ഇറങ്ങാൻ തോന്നി, അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ അവൻ ഇറങ്ങിയതിന്റെ ബർക്കത്ത് കൊണ്ട് 40 ഖബറാളികൾക്ക് സുഖവാ. അവരുടെ ശിക്ഷ നിർത്തിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ പഠിക്കണ ഒരു മക ഇറങ്ങിപ്പോയാൽ മതി, ചുമ്മാതെ ഖബറാളിയുടെ ശിക്ഷ നിർത്തിവെക്കും. നമ്മൾ പോയാലോ? നമ്മുടെ വാപ്പ എവിടെ കിടപ്പുണ്ട്, ഉമ്മ കിടപ്പുണ്ട്, നമ്മൾ പോയാലോ? ഖബറാളികൾ വിളിച്ചു പറയും, എടാ നരകത്തിന്റെ കവാടം അടച്ചതേ ഉള്ളടാ, ഇറങ്ങല്ലേ മോനെ, ഇങ്ങോട്ട് ഇപ്പം തുറക്കും, നീ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിയ അടച്ചത് കൂടെ തുറക്കും. പക്ഷേ ഖുർആനൊക്കെ പഠിക്കുന്ന മക്കൾ അത്രയ്ക്കും മഹത്വ, അത്രയ്ക്കും പ്രതിഫലവാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളോ ആലിമീങ്ങളോ ആക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. വെറുതെ അല്ല 40 എണ്ണം രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരുത്തം മതി 40 എണ്ണത്തിനെ ഒറ്റയടിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള യോഗം ഉണ്ടവന്. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ആഗ്രഹിച്ച് ദുആ ചെയ്ത് നടക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആ ചെയ്താഗ്രഹം. ഇന്നും എൻ്റെ വാഴ കേട്ടിട്ട് പടച്ചവനെ പഠിക്കാൻ പോയിട്ട് ഹാഫിളായ ഒരു മകൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മോൻ ഹാഫിളായി ദുആ ചെയ്ത്. ഇതൊക്കെ നമുക്ക് ആകെ ഉള്ള നേട്ടം. നമ്മൾ ചെയ്യണ അമല് കൊണ്ട് എന്തായാലും സ്വർഗത്തിൽ പോകില്ല, പിന്നെ ഇതൊക്കെ കാണത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് എനിക്കും ഒരു കോളേജൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ പൈസ ഒന്നും വേണ്ട, നമ്മൾ തുടങ്ങും. ആരെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വെറുതെ കിടക്കണ സംഘടനകളൊന്നുമില്ല. എനിക്കൊരു 10 മക്കളെ ഹാഫിളാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലുമൊക്കെ ചുമ്മാതെ വസ്തു കിടപ്പുണ്ടെങ്കിൽ ഉസ്താദേ ഒരു സ്ഥാപനം തുടങ്ങാനല്ലേ, സംഘടനകളൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ തന്നാൽ മതി, നമ്മൾ നോക്കിക്കൊള്ളാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് എല്ലാ പാവങ്ങളും
പാവങ്ങളും അള്ളാഹു പുറത്തു തരുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? മനസമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കിക്ക്. മനസമാധാനം അതില്ലെങ്കിൽ പോയി. എല്ലാം ഉണ്ട്, അതില്ലെങ്കിൽ ജീവിതം തന്നെ നാശവാ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 സൂറത്ത് ഓതിയാൽ മതി. ഓതുവോ? വേണമെങ്കിൽ ഓതിയാൽ മതി. സമാധാനം വേണമെങ്കിൽ ഓത്. ഞാൻ പറയണതൊന്ന് ടെസ്റ്റ് ചെയ്യാനെങ്കിലും. എൻ്റെ പ്രിയമുള്ളവരെ, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ്, 2-ാമത്തെ റക്അത്തിൽ അലം തറ ഓതിക്കോ. ഉറങ്ങുന്നത് വരെ നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാൻ ഭാഗ്യം നിനക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് എപ്പോൾ ചുമ്മാതെ അല്ല, മനസ്സറിഞ്ഞിട്ട് തൗബ ചെയ്യുന്ന മനസ്സോടെ ഇനി ഒരിക്കലും അല്ലാഹ് ഞാൻ ചെയ്യില്ല, ചെയ്തു പോയത് മുഴുവനും നീ പുറത്തു തരണേ എന്ന നീയത്തോടെ ഈ വല്ലാത്ത ഇഖ്ലാസോടുകൂടി ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? 4 വരിയേ ഉള്ളൂ. ഓതിക്കൂടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതിക്കോ. 50 കൊല്ലത്തെ പാപം 5 ദിവസത്തെ അല്ല. ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് എല്ലാവർക്കും അറിയില്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വേണമെങ്കിൽ ഓദിക്കോ. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരിക. എല്ലാവരും ഒത്തൊരുമയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ തമ്മിലടിച്ച് നടക്കാതെ നമ്മളെ തല്ലാൻ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് സംഘടനകളല്ല, അല്ലെങ്കിൽ വേറെ വേറെ കാര്യങ്ങളല്ല. എല്ലാവരും മുസ്ലിമീങ്ങളാ, ഒരു ഉമ്മ പെറ്റ മക്കളാ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന സ്നേഹ സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം ജീവിക്കുക. അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക. അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരുണ്ട്. നമ്മുടെ കാക്കാണ് സലീം ഉസ്താദ്. എൻ്റെ വാപ്പാടെ ജ്യേഷ്ഠൻ്റെ മകനാ. അള്ളാഹുവെ മരണപ്പെട്ടു പോയി ഉപ്പാന്റെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണം പടച്ചവനെ. ഖബർ വിശാലമാക്കി കൊടുക്കണം പടച്ചവനെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും ഉസ്താദ് അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. കാരണം എനിക്ക് വലിയ സന്തോഷം സലീം ഉസ്താദ് വരുമ്പോൾ. കാരണം ഞാൻ വഅദ് പറയുന്നത് എൻ്റെ വാപ്പ കേട്ടിട്ടില്ല. ആകെ വാപ്പ കേട്ടത് കബറിൽ കിടന്ന എൻ്റെ വാപ്പ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഉസ്താനൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളുടെ അത്ത വളർത്തിയത്. ആ റാമക്കൾ എല്ലാത്തിനെയും വളരെ കഷ്ടപ്പെട്ട വളർത്തിയത്. വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഒരിക്കലെങ്കിലും വയത് പറയുന്നത് വാപ്പ കേൾക്കണം. പക്ഷേ യോഗം ഉണ്ടായില്ല മനുഷ്യൻ. ഞാൻ പഠിച്ചിറങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പ മരണപ്പെട്ടു പോയി. അടുത്ത് വാപ്പയുടെ കബറിൻ്റെ എത്ര പള്ളി വെച്ച് വയലുണ്ടായിരുന്നു. വലിയ സന്തോഷമായിരുന്നു വയത് പറയാൻ. കാരണം എൻ്റെ വാപ്പ കബറിൽ കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് വയത്. ഉസ്താദൊക്കെ വന്നിരിക്കുമ്പോൾ അണ്ണനെന്നൊക്കെ കാക്ക എന്നതിനുപരി ഒരു ഉപ്പാടെ സ്ഥാനം തന്നെ ഉസ്താദിനൊക്കെ ഒരു സന്തോഷമാണ്. അള്ളാഹു ആ ബന്ധം മരിക്കോളം നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വലാത്ത് സ്വീകരിക്കുമാറാകട്ടെ. 2 ചെറുപ്പക്കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആക്സിഡന്റിൽ മരണപ്പെട്ട 2 ചെറുപ്പക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഒരു പ്രവർത്തകൻ ആക്സിഡന്റിൽ മറ്റൊരു സഹോദരനല്ലാതെയും 2 പേരുടെയും മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വളരെ സുഖമില്ലാത്ത ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈ സ്വലാത്തിന്റെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആ കുഞ്ഞിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സാലിഹ് ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ പടച്ചവനെ. നിങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ.
ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാ പാപങ്ങളും പുറത്തവരായി നീ യാത്രയാക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾ ആരെയും നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ മക്കള് ഞങ്ങൾ മരിക്കാൻ ദുആ ചെയ്യല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്ത്, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഖബറിൽ കിടന്നിട്ട് എനിക്കിതുപോലെ ഒരു നല്ല മകൻ ജനിച്ചല്ലോ എന്നോർത്തിട്ട് സന്തോഷിക്കണേ അല്ലാ. അവര് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ പടച്ചവനെ. മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളാക്കല്ലേ അല്ലാ, അവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ റഹ്മാനെ. മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളെ തരണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്ന് ദുആ ചെയ്യുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. എപ്പോ എവിടെ വെച്ച് മരിച്ചാലും നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ റഹ്മാനെ. നല്ല മരണം നൽകണേ പടച്ചവനെ, നല്ല മരണം നൽകണേ റഹ്മാനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. എല്ലാരും കരയുന്ന ദിവസം നീ ഞങ്ങളുടെ മുഖത്ത് പുഞ്ചിരി നൽകണേ റഹ്മാനെ.